ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു എക്സ്പെരിമെൻ്റാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്ത് എക്സ്പെരിമെൻ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന എല്ലാവരിലും ഉണ്ടാകുന്ന ഒരു ചെരുപ്പാണ് ഈ ക്രോക്സ് എന്ന് പറഞ്ഞാൽ. ക്രോക്സ് അല്ല, ക്രോക്സിൻ്റെ ഡ്യൂപ്പ്. അപ്പോൾ ഇത് നമ്മുടെ എല്ലാവരിലും ഉണ്ടാകും. ഈ ചെരുപ്പിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുക ഈ കുന്തം പൊട്ടൂല. പൊട്ടാത്തത് കൊണ്ട് നമുക്കിത് വേറെ ചെരുപ്പ് മാറ്റി വാങ്ങാനും പറ്റൂല. അപ്പോൾ ഇതിൽ വന്ന ഏറ്റവും ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിമ്പം പിടിക്കും. അപ്പോൾ ഇതുമ്മേ ഇങ്ങനെ ചെറിയ കരിമ്പം കണ്ട, അതുപോലെ മിക്ക ചെരുപ്പുമ്മയും കുറേ നാളിട്ട് കഴിയുമ്പോൾ ഈ കരിമ്പം വരും. അപ്പോൾ ഇന്നത്തെ എക്സ്പീരിമെൻ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കരിമ്പൻ അങ്ങോട്ട് കളഞ്ഞ് ഈ ചെരുപ്പ് പഴയ പോലെ ആക്കാൻ പോകുകയാണ്. അങ്ങനെ ആകുമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, നമുക്കത് ചെയ്ത് നോക്കാം. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ്: ഒരു പാത്രം വേണം, ഈ നാരങ്ങയുടെ പകുതി വേണം, പിന്നെ ബേക്കിംഗ് സോഡ അല്ലേ, സോഡാപ്പൊടി വേണം, പിന്നെ വേറൊരു സംഭവം ഉണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഈ 4 ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിലാണ് നമുക്ക് പുത്തം പോലെ ആക്കാൻ പറ്റുള്ളൂ. ഇവിടെ പണി ഇറക്കുകൊണ്ട് എൻ്റെ സൗണ്ട് കറക്റ്റായിട്ട് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ നാരങ്ങയുടെ നീര് ഇത് മൊത്തമായിട്ട് ഒഴിക്കണം. ഈ സോഡാപ്പൊടി ഉണ്ടല്ലോ, എന്തോരു ഇത് ആവശ്യത്തിന് ഒരു സ്പൂൺ എടുക്കാൻ നേരമില്ലാത്തത് കൊണ്ട് നമ്മൾ ഇങ്ങനെ ഇടും. അതിൽ തന്നെ വീഴണം കേട്ടോ. അപ്പൊ ഇത് റിയാക്ട് ചെയ്യും ഗൈസ്. ഓക്കെ, ഇത്ര മതിയാ? ഇവിടെ റിയാക്ഷൻ നടക്കും. നാരങ്ങ വന്നിട്ട് അസിഡിക്കും, ബേക്കിംഗ് സോഡ വന്നിട്ട് ബേസ്, അത് എന്താ അങ്ങനെയൊക്കെയാണല്ലോ കെമിസ്ട്രിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ പതഞ്ഞു പോകും. ഇത് ഇളക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബ്രഷ്, നമ്മൾ ഉപയോഗിച്ച് കേടായ ഒരു ബ്രഷ് എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയോ, അത് നമ്മളിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് ഇത് എന്താവും എന്നറിയോ, ഭയങ്കര ഒരു പതഞ്ഞ് പൊന്തണ ഒരു ഫീല് വരും. അപ്പോൾ ഇതിരുണ്ടേ, പേസ്റ്റ് ഇരുണ്ടേ. ഇതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു ഇൻഗ്രീഡിയൻറ്റ് കാണിക്കാൻ മറന്നുപോയി. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോൾഗേറ്റ് ആണ് ഗൈസ്. കോൾഗേറ്റ് നമ്മൾ യൂസ് ചെയ്യണം. ഇതൊരു മെയിൻ വെള്ള കോൾഗേറ്റ് തന്നെ വേണം. മറ്റേ റിഫ്രഷ്മെന്റ് കിട്ടണതൊന്നും പറ്റൂല, ഇതാണ് പാടുള്ളൂ. ഇതെന്തോരം ഒഴിക്കണം? ഹൗ മച്ച്? കുറച്ചുകൂടി കോൾഗേറ്റ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ ആ നാരങ്ങ ബേക്കിംഗ് അതിൻ്റെ ഇതുണ്ടല്ലോ, അതിലേക്ക് കോൾഗേറ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ, എന്നാലാണ് നമുക്കത് പരത്തി കൊടുക്കണ്ടേ. നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ചെരുപ്പ് നനയ്ക്കണം. കുറേ നനയ്ക്കണോ? ഈ ഭാഗം മാറ്റാൻ ചാവിയ അടി. നന്നായിട്ട് നനച്ചു കൊടുക്കുക. കണ്ടില്ലേ ഗായ്സ്, കരിമ്പൻ ഇതൊക്കെ നമുക്ക് ഇന്ന് കളയണം. ഈ കരിമ്പനാണ് നമ്മൾ കളയാൻ പോകുന്നത്. നമ്മുടെ എക്സ്പെരിമെന്റ് കരിമ്പം പോവൂല കേട്ടാ, ഫസ്റ്റ് ആകുമ്പോൾ അഴുക്കാണ് പോണത്. ഫസ്റ്റ് ഈ കരിമ്പം പോവൂല. ആദ്യം നമുക്കില്ലേ ഈ സാധനം വെച്ചിട്ട് അഴിക്കുക. കരിമ്പം കളയാന്ന് വെച്ചാൽ നമ്മൾ വേറൊരു സാധനം ഉപയോഗിക്കും, അപ്പോഴാണ് നമ്മുടെ കരിമ്പം പോണത്. അപ്പോൾ ഇത് മൊത്തോട്ട് കാണണം കേട്ടോ, എന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം അറിയൂ, അഴുക്ക് കളയാൻ. സോറി, ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കണം. ഫുള്ള് ഇങ്ങനെ റൗണ്ടായിട്ട് തേച്ച് കൊടുക്കണം. അപ്പോഴാണ് അതിന്റെ അഴുക്ക് പോയി കിട്ടുള്ളൂ. നമ്മളത് ഫുള്ളായിട്ട് ഇത് പരത്തി കഴിഞ്ഞിട്ട് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഗൈസ്. ചെരുപ്പിൻ്റെ ഫുള്ളായിട്ട് ഈ സാധനം നമ്മൾ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ 15 മിനിറ്റ് നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. 15 മിനിറ്റ് അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ചെരുപ്പ്. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് 15 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് വന്നിട്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യണം. ഇനിയിപ്പോൾ വെള്ളം എടുത്തിട്ടുണ്ട്, ഇതിൽ തന്നെ വെള്ളം എടുക്കണം കേട്ടോ. ഇത് കഴുകി കളയരുത്, എന്നെപ്പോലെ പൊട്ടത്തരം ചെയ്യരുത്. അപ്പോൾ ഇത് വെള്ളം എടുത്തിട്ട് നമ്മൾ ഈ ചെരുപ്പ് ഒന്നും കൂടി നന്നായിട്ട് ഉരക്കണം. നല്ല കല്ല് പോലെ ഇരിക്കുന്ന ബ്രഷ് വേണം നിങ്ങൾ എടുക്കാനായിട്ട്. സാധാ സോഫ്റ്റ് ബ്രഷ് ഒന്നും എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് ഇത് ചെയ്ത് കൊടുക്കാം. എന്നുവെച്ചാൽ നമ്മൾ ഈ പരത്തിയാക്കണോടത്തൊക്കെ നന്നായിട്ട് ഉരച്ചു കൊടുക്കുക. അപ്പോൾ ഈ അഴുക്ക് പോയി കിട്ടും. നിങ്ങൾക്ക് അപ്പം തന്നെ ഇത് കാണാൻ പറ്റും അഴുക്ക് പോണത്.
ഇത് ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത ശേഷം നമ്മളത് ഫുള്ളായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഒരുവിധ അഴുക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ കരിമ്പൻ ഇപ്പോഴും ഉണ്ട്. കാണിച്ചും ചെയ്യും. കരിമ്പൻ ഇപ്പോഴും ഉണ്ട്. ഇനി കരിമ്പൻ കളയാനുള്ള സംഭവം നമ്മൾ നെക്സ്റ്റ് ടെക്നിക്കാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ചൂടുവെള്ളം നമുക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് ഒരു ഇളം ചൂടുവെള്ളം മതിയാകും. അപ്പോൾ നന്നായിട്ട് ഞങ്ങളുടെ തിളച്ച വെള്ളം ഇതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര വെള്ളം എടുത്താക്കണേ. ഇത് ബക്കറ്റ് എന്ന് വെച്ചാൽ നല്ല മോശം, വീട്ടിലെ ഏറ്റവും മോശമായ ബക്കറ്റ് വേണം നമ്മൾ എടുക്കാനായിട്ട്. നെക്സ്റ്റ് നമ്മുടെ കരിമ്പ പോകാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യണ മെയിൻ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സംഭവം വന്നിട്ട് ക്ലോറക്സ്. കോളാറക്സ് ആണ് അത്, നോട്ട് ക്ലോറക്സ്, കൊളാറക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യണത്. ക്ലോറക്സ് ഇട്ടക്കും. അപ്പോൾ കൊളാറക്സ് നമ്മൾ യൂസ് ചെയ്യണം. കൊളാറക്സ് നമുക്ക് തുണിയൊക്കെ കഴുകാനൊക്കെ പറ്റുന്നൊക്കെ പറയണേ. അങ്ങനെ ഒന്നും കഴിയാറില്ല. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു ഇത് അങ്ങോട്ട് കുറേ അങ്ങോട്ട് ഒഴിക്കാം. ചെരുപ്പിൻ്റെ കരിമ്പം മാറാനല്ലേ. അപ്പോൾ നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ടാവും. മതിയാവൂല്ലോ ഇത്. ആ ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമ്മളിത് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മുടെ മറ്റേ സിനിമയിലെ കാടി വെള്ളം കലക്കണ പോലെ. അപ്പം നമ്മുടെ കൈ ഇങ്ങനെ കുലുകുലുന്നാവും. ഹായ്, നല്ലൊരു കഷം. ഇനി നമുക്ക് ചെരുപ്പ് എടുത്തില്ലേക്കണം. വെച്ചേക്കണ ചെരുപ്പ് നമ്മൾ ഈ കോളാറക്സ് ഇട്ട് വെച്ചേക്കണ ഈ വെള്ളത്തിൽ ഇട്ടിട്ട് വേണം നന്നായിട്ട് ഡിപ്പ് ചെയ്ത് വെക്കണം. ക്രോക്സ് നമ്മൾ ചതിച്ചു പൊന്തി വരുന്നു. ഇനി കമത്തിയിട്ട് മുക്കി വെക്കാം. ഇങ്ങനെ മുക്കി വെക്കാം. വെള്ളത്തിൽ എന്തോ ഞാൻ അങ്ങനെ പറഞ്ഞേ, യൂട്യൂബിൽ അങ്ങനെ പറഞ്ഞു തന്നെ ചെരുപ്പ് വെള്ളത്തിൽ മുക്കി വെക്കണം എന്ന് പറഞ്ഞു. മുക്കാം. 1 2 3 സ്റ്റാർട്ട്. ഞാൻ പിടിച്ചോണ്ടിരിക്കുന്നില്ല. എന്തെയും വെയിറ്റ് വെക്കണോ? എന്ത് വെയിറ്റ് വെക്കും? നന്നായിട്ട് ഈ ചെരുപ്പ് ഈ വെള്ളത്തിൽ മുങ്ങിയിരിക്കണം, എന്നാലാണ് ഈ കരിമ്പ പോളൂ. പക്ഷെ എൻ്റെ 2 വിരലുകൾ വിട്ട് കഴിഞ്ഞാൽ ഈ ചെരുപ്പ് ഇങ്ങനെ പൊന്തി വരും. കണ്ട, ഇതെങ്ങനെ നമ്മൾ മുക്കി വയ്ക്കും. മുക്കി വെച്ചാലേ കരിമ്പ പോളൂ. മുക്കാട്ടെ കൈ വേണ്ടി മുക്കി എൻ്റെ കൈയിൻ്റെ തൊലി പോവും. അപ്പൊ ഇത് ഈ ഒരു ഇതിലിരുന്നിട്ട് ഈ കരിമ്പൻ ഒരു അരമണിക്കൂർ എന്ന സമയത്ത് വെക്കണ്ടേ? 4 മണിക്കൂർ. അശോ, 4 മണിക്കൂർ വെക്കണം. അപ്പൊ ചെരുപ്പിന്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലും വെയിറ്റ് വെച്ചിട്ട് വെക്കാം. വെള്ളത്തിൽ മുക്കി വെക്കുമ്പോൾ ചെരുപ്പ് പൊന്തി വരും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വെയിറ്റ് വെച്ചിട്ട് ചെരുപ്പിനെ നമ്മൾ ശരിക്കും വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെക്കണം. അപ്പൊ അതിന് നമ്മൾ ഇത്തിരി കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ചെരുപ്പ് അവിടെ ഇരുന്നോളും. ഇത്രേ ഉള്ളൂ. ഇനി 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിതിന്റെ ഫൈനൽ റിസൾട്ട് കാണിച്ചു തരാം. അങ്ങനെ 4 മണിക്കൂറിന് ശേഷം നമ്മുടെ എക്സ്പെരിമെന്റ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. സക്സസ്ഫുള്ളി നമ്മുടെ എക്സ്പെരിമെന്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ 4 മണിക്കൂർ മറ്റേ കൊറോലെക്സിലൊക്കെ ഇട്ട് വെച്ച് ചെരുപ്പ്, കൊറോലെക്സ് എന്ന് പറയുന്ന സംഭവത്തിനാണ് ഇട്ട് വെച്ചത്. 4 മണിക്കൂർ ഇട്ട് വെച്ച് ചെരുപ്പ് ഒരുവിധം അടിപൊളിയായിട്ടുണ്ട്. കാണിച്ചു ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ കരിമ്പനും പോയി സെറ്റായിട്ടുണ്ട്. ഇവിടുത്തെ പക്ഷെ പോയില്ല. എത്ര ഇതായിട്ടും ഇവിടുത്തെ ഈ ഒരു ഭാഗത്ത് പോയില്ല. പക്ഷെ ഇവിടുത്തെ കരിമ്പനൊക്കെ പോയി അടിപൊളിയായിട്ടുണ്ട്. നന്നായിട്ട് ഇവിടെ കരിമ്പൻ ഉണ്ടായിരുന്നതാണ്. ആ കരിമ്പനൊക്കെ പോയി. അപ്പൊ ചെരുപ്പ് നമുക്ക് ഒരുവിധം പുത്തം പോലെ കിട്ടുന്നുണ്ട്. പിന്നെ സൈഡിലൊക്കെ പോയി എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇത് വർക്കൗട്ട് ആകുന്നൊരു ടെക്നിക്കാണ്. അപ്പോൾ എല്ലാവരും അപ്പോൾ ഇത് വർക്കൗട്ട് ആകുന്ന ഒരു ടെക്നിക്ക് തന്നെയാണ്. അപ്പോൾ ഇതുപോലത്തെ ക്രോക്സ് ഉള്ളവർ ഇങ്ങനെ കരിമ്പം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ടെക്നിക്ക് യൂസ് ചെയ്യുക. ഫസ്റ്റ് ആ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്ത് പെരട്ടി വെച്ച് പിന്നെ കൊറോളക്സിലിട്ടിട്ട് 4 മണിക്കൂർ വെച്ചിട്ട് 4 മണിക്കൂർ കൂടുതൽ വെക്കണം. കാരണം 4 മണിക്കൂർ അങ്ങനെ വെച്ചിട്ടും കംപ്ലീറ്റ് ആയിട്ട് പോയില്ല. എനിക്ക് തോന്നുന്നത് 4 മണിക്കൂർ കൂടുതൽ വെക്കണം. അപ്പോൾ 4 മണിക്കൂറിൽ കൂടുതൽ ഒരു ബക്കറ്റിൽ അങ്ങനെ മുക്കി വെക്കൂ, കുറേ നേരം വെക്കൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് ഉരച്ച് കളയാം. ഉരച്ചില്ലേ ഞാനല്ലായിരുന്നു ലാസ്റ്റ് ഉരച്ച്. അപ്പോൾ ഉരച്ച് കളയുമ്പോൾ ഈ ഒരു സെറ്റപ്പിൽ ആകും. അപ്പോൾ ഇന്നത്തെ ഒരു എക്സ്പെരിമെൻ്റ് വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വ്ളോഗ് ആയിട്ട് വേഗം വരുന്നേക്ക്. ടാറ്റാ, ബൈ ബൈ, സീ സൂൺ. അവിടെ ഞങ്ങളിവിടെ ചെരുപ്പ് കഴുകണ ആ ഒരു സംഭവം കണ്ടപ്പോൾ ഇവിടെ വേറൊരാളും ചെരുപ്പ് കഴുകണ്ട്. വാ കാണിച്ചത് ഫോട്ടോ എടുക്കട്ടെ സെറ്റാക്കി മതി. എടാ അത് പുതിയ അരിപ്പാണ്ടാ, മാമന്റെ പഴയ അരിപ്പാണ്. നമുക്ക് ടെക്നിക്കൊക്കെ യൂസ് ചെയ്യാം. കുട്ടി ഭയങ്കര അധ്വാനത്തിലാണ് ഗൈസ്. ടാറ്റ കൊടുത്തേടാ.